ഇത്രയും കാലം CPM നേതാക്കളും DYFI നേതാക്കളും SFI നേതാക്കളെല്ലാം പോലീസിനെ തെറി വിളിക്കുമ്പോഴും പോടാപുല്ലേ പോലീസെ എന്ന് വിളിക്കുമ്പോഴുമൊന്നും പോലീസിന് ഒരു വിഷമവുമില്ലായിരുന്നു. ആരുടെയും പേരിൽ ഒരു കേസ് പോലും പോലീസ് ചാർജ് ചെയ്തിട്ടുമില്ലായിരുന്നു. പോലീസിന് മുന്നിൽ പ്രതികൾ ഉണ്ടായിരുന്നാൽ പോലും പോലീസ് പറയുന്നത് പ്രതികൾ ഒളിവിലാണ് എന്നാണ്. അവരുടെയൊക്കെ മുന്നിൽ മുട്ടുമടക്കി ഓച്ചാനിച്ച് നിൽക്കുമായിരുന്ന കേരള പോലീസിലെ ചില ഉദ്യോഗസ്ഥർ ഇപ്പോൾ വട്ടിയൂർക്കാവ് നെട്ടയം മലമുകളിലെ സംഘർഷത്തോടെ BJP പ്രവർത്തകരുടെയും പോലീസിൻ്റെയും ഒരു അടി അത് വേറെ രീതിയിലേക്ക് പോകുന്നു എന്നതാണ് യഥാർത്ഥ കാര്യം. പോലീസിന്റെ ഒരു ധാർഷ്ട്യം BJP-കാരോട് ഇപ്പോൾ കൂടുതലായി കാണിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അത് ഒരു രാഷ്ട്രീയ കളിയാണോ കളിക്കുന്നതെന്ന് അറിയില്ല. BJP-യുടെ വനിതാ പ്രവർത്തകർ തന്നെ പോടാപുല്ലേ പോലീസെ എന്ന് വിളിച്ചപ്പോൾ പോലീസിന് ആകെ വിഷമമായി. അതുകൊണ്ടാകണം കേസും നോട്ടീസും ഒക്കെ ആയിട്ട് പോലീസ് നടക്കുന്നത്. കാരണം ഇന്ന് വരെ ഈ BJP വനിതാ പ്രവർത്തകരാരും തന്നെ പോലീസിനെ പോടാപുല്ലേ എന്നൊന്നും വിളിച്ചിട്ടില്ല എന്നതാണ് യഥാർത്ഥ കാര്യം. ആദ്യമായിട്ട് വിളിച്ചത് കൊണ്ടാകണം ഈ പോലീസ് മാമന്മാർക്ക് വല്ലാത്ത ഒരു വിഷമം, അത് അവരുടെ നെഞ്ചിലേക്ക് തറച്ചതുപോലെ ഒരു വിഷമമായത്. മിക്കവാറും BJP പ്രവർത്തകർ തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസനം ഒരു മറ്റൊരു രീതിയിലേക്ക് നടത്തുന്നത് പോലെ കേരള പോലീസിൻ്റെയും ഒരു വികസനം അല്ലെങ്കിൽ കേരള പോലീസിനെ ഒരു മൊത്തത്തിൽ അവർ പാഠം പഠിപ്പിക്കാനായിട്ട് ഇറങ്ങും എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഈ പോലീസിൻ്റെയൊക്കെ തലപ്പത്ത് ഒരാളിരിപ്പുണ്ട്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അദ്ദേഹം BJP-കാരനാണ്. ഇപ്പോൾ BJP ആണ് രാജ്യം ഭരിക്കുന്നത് എന്നും കൂടെ പോലീസ് ഒന്ന് ആലോചിക്കണം. കാരണം അമിത്ഷാ കേരള പോലീസിലെ ഈ ഒന്ന് സമഗ്രമായി ഒന്ന് പൊളിച്ചെഴുതാനും അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്താനായിട്ട് നിയോഗിച്ചാൽ കേരള പോലീസ് ചിലപ്പോൾ നിന്ന് വിയർക്കും എന്നതാണ് വസ്തുത. അതായത് ഇനി അടുത്ത യുദ്ധം നടക്കുക BJP-യും പോലീസും തമ്മിലായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ വട്ടിയൂർക്കാവ് സംഘർഷത്തിൽ BJP കൗൺസിലർമാരും പോലീസും തമ്മിലെ സംഘർഷം പുതിയൊരു തലത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. നെട്ടയം സംഘർഷവുമായി ബന്ധപ്പെട്ട് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഡെപ്യൂട്ടി മേയർ ആശാനാഥിനും BJP കൗൺസിലർമാർക്കും പോലീസ് നോട്ടീസ് നൽകി. അതായത് നാളെ മൊഴി നൽകാൻ സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാക്കാനാണ് വട്ടിയൂർക്കാവ് പോലീസ് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നെട്ടയം സംഘർഷത്തിന്റെ പേരിൽ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് BJP നടത്തിയ മാർച്ചിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ, അതിൽ ജനപ്രതിനിധികൾക്കെതിരെ പോലീസ് നടപടി കടുപ്പിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. BJP നേതാക്കൾക്ക് പകരം CPM നേതാക്കളായിരുന്നുവെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ ജീവനും കൊണ്ട് ഭയന്ന് ഇരിക്കുമായിരുന്നു. കാരണം CPM നേതാക്കളെ എങ്ങാനോ പോലീസ് സ്റ്റേഷനിലേക്ക് നോട്ടീസ് നൽകി വിളിപ്പിച്ചാൽ അവർ കയറി വന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ മണ്ട അവരെ അടിച്ചു പൊളിക്കുമെന്ന് നല്ലപോലെ കേരള പോലീസിലെ ഉദ്യോഗസ്ഥർക്ക് അറിയാം. അവർക്കതിൻ്റെ അനുഭവമുണ്ട്. അതുകൊണ്ട് CPM-കാർ എന്തു ചെയ്താലും കണ്ടില്ല കേട്ടില്ല ഒന്നും മിണ്ടിയില്ല എന്ന് നടിച്ച് പോലീസുകാർ ഇരിക്കും. ഒരു നോട്ടീസും നൽകാതെ പോലീസുകാർ ഇത്രയും കാലം CPM-കാർ കാണിക്കുന്ന എന്ത് തോന്നിവാസത്തിനും കൂട്ടുനിൽക്കുമായിരുന്നു. ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, കൗൺസിലർമാരായ സുമി ബാലു, യമുന എന്നിവർക്കാണ് നാളെ സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകാനായിട്ട് നോട്ടീസ് നൽകിയത്. കൂടാതെ മുൻ DGP ആയ ശ്രീലയ്ക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ശ്രീലയുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട്. നാളെ മൊഴി നൽകാൻ ഹാജരാകാൻ ഡെപ്യൂട്ടി മേയർ ആശാനാഥിനും മറ്റുള്ളവർക്കും നിർദ്ദേശം നൽകി. എന്നാൽ ശ്രീലേഖ നിലവിൽ ടൂറിലാണ്. നോട്ടീസുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ശ്രീലേഖയുടെ വീട്ടിലേക്ക് നോട്ടീസ് നൽകാനായിട്ട് പോയപ്പോൾ വീട് പൂട്ടിയിരിക്കുന്നത്. ശ്രീലേഖ ഇപ്പോൾ ടൂറിലാണ് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കേസിലെ ഒന്നാം പ്രതി സുമി ബാലുവാണ്. BJP നേതാക്കളുടെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ നടന്ന മാർച്ചിൽ പോലീസിനെ പരസ്യമായി ആക്ഷേപിച്ചു അല്ലെങ്കിൽ അധിക്ഷേപിച്ചു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ടാണ് സുമി ബാലുവിന്റെ പേരിൽ ഒന്നാം കേസെടുത്തതെന്നാണ് പോലീസ് പറയുന്നത്. കേസിലെ 5-ാം പ്രതി മുൻ DGP RS ശ്രീലേഖയാണ്. കൂടാതെ 6-ാം പ്രതിയാണ് ഡെപ്യൂട്ടി മേയർ ആശാനാഥ് എന്ന് പറഞ്ഞത്. ശ്രീലേഖയുടെ പേരിൽ എടുത്തതിന്റെ കേസിന്റെ കാരണം പോടാപുല്ലേ പോലീസ് എന്ന് ശ്രീലേഖ പരസ്യമായി വിളിച്ചത് അതൊരു വലിയ വിവാദമായി. അത് പോലീസിനും ഒരു നാണക്കേടായി മാറി. അതായത് മുൻ DGP തന്നെ പോലീസിനെ നോക്കി പോടാപുല്ലേ പോലീസ് എന്ന് വിളിച്ചത് കേരള പോലീസിന് മൊത്തത്തിലൊരു നാണക്കേടായി. അതുകൊണ്ടാണ് ശ്രീലേഖയുടെ പേരിൽ 5-ാം പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്തത്. സേനയുടെ തലപ്പത്തിരുന്ന വ്യക്തിയിൽ നിന്നും ഇത്തരമൊരു പരാമർശം ഉണ്ടായതിനെ അതീവ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. ഡെപ്യൂട്ടി മേയർ ആശാനാഥ് കേസിൽ 6-ാം പ്രതിയാണ്. തെരഞ്ഞെടുപ്പ് ചൂടിൽ നിൽക്കുന്ന തലസ്ഥാന നഗരത്തിൽ BJP നേതാക്കൾക്കെതിരെയുള്ള ഈ നീക്കം പോലീസ് ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് കാണുന്നത്. നാളെ മൊഴി നൽകാൻ ഹാജരാകുന്ന കൗൺസിലർമാരുടെ മൊഴി എടുത്തതിനു ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോയാൽ അത് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് വലിയ രീതിയിലൊരു പ്രതിഷേധ മാർച്ച് BJP-യുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്ക് അടക്കം വലിയൊരു മാർച്ചിലേക്ക് നാളെ രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകുന്നില്ല.